മുസ്ലിം ലീഗ് നേതാവ് MK മുനീറിന്റെ കടബാധ്യത തീർത്തു. കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിലെ ബാധ്യത 49 ലക്ഷം രൂപ അടച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയാണ് കടം തീർത്തത്. മുഹമ്മദ് ഷഹീദ് ചേർന്ന വിവരങ്ങളുമായി. ഷഹീദ്, ഏറെ സങ്കടം തോന്നിയ ഒരു കാര്യമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മേതിൽ രാധാകൃഷ്ണന്റെ ഒരു അഭിമുഖത്തിന് ശേഷം 2 ദിവസം വീണ്ടും യാദൃശികമായി മറ്റൊരാൾ കൂടി ഇത്തരത്തിൽ സങ്കടങ്ങൾ പങ്കുവച്ചപ്പോൾ നമുക്കേറെ വേദനിച്ചിരുന്നു. പക്ഷേ ഇതൊരു വലിയ കാര്യമാണ്. ആ കടം മുസ്ലിം ലീഗ് വീട്ടിയിരിക്കുന്നു എന്നത്. വിശദാംശങ്ങൾ എന്താണ് ഷഹീദ്? മോദി, തീർച്ചയായും കോഴിക്കോട് നടക്കാവിലെ ക്രസന്റ് ഹൗസ് MK മുനീർ ഇപ്പോൾ താമസിക്കുന്ന വീട്, ആ വീടായിരുന്നു ജപ്തി ഭീഷണിയിൽ ഉണ്ടായിരുന്നത്. ഈ മാർച്ച് 31-നകം 49 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്നായിരുന്നു ബാങ്ക് അറിയിച്ചിരുന്നത്. ഇതാണിപ്പോൾ കടബാധ്യത വീട്ടിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തന്നെയാണ് നേരിട്ട് 49 ലക്ഷം രൂപ ഇപ്പോൾ ബാങ്കിൽ അടച്ചിരിക്കുന്നത്. ഇതോടുകൂടി ആ വീട് ജപ്തി ഭീഷണി ഒഴിവായിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഈ വാർത്ത നൽകിയപ്പോൾ തന്നെ മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതൃത്വം മുനീർ MK മുനീറുമായി ബന്ധപ്പെട്ടിരുന്നു. ഉടൻ തന്നെ വേണ്ടത് പാർട്ടി ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. MK മുനീർ അങ്ങനെ പാർട്ടിയോട് നേരിട്ട് പാർട്ടി അങ്ങനെ ഒരു കടബാധ്യത തീർക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല. പക്ഷേ പാർട്ടി തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് അത്തരമൊരു നീക്കം നടക്കുകയായിരുന്നു. അതോടുകൂടിയാണ് ഇപ്പോൾ ആ ജപ്തി ഭീഷണി ഒഴിവായിട്ടുള്ളത്. ക്രസന്റ് ഹൗസ് CH മുഹമ്മദ് കോയ, അദ്ദേഹത്തിന്റെ പിതാവ് സ്ഥാപിച്ച വീടാണ്. മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ഒരു ആസ്ഥാന കേന്ദ്രമായിരുന്ന സ്ഥലമാണ്. നിരവധി തവണ MLA ആയിരുന്നതാണ്. കേരളത്തിലെ പൊതുമരാമത്ത് സാമൂഹ്യക്ഷേമ മന്ത്രിയൊക്കെ ആയിരുന്നതാണ് MK മുനീർ. അങ്ങനെയിരിക്കെ അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ അത്തരം മന്ത്രിസ്ഥാനങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് ഇങ്ങനെ ഒരു കടബാധ്യതയിലേക്ക് പോകുന്ന അവസ്ഥ മോദി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സങ്കടകരമായിരുന്നു. പൊതുപ്രവർത്തകരെല്ലാം ഇക്കാര്യത്തിൽ അവരുടെ പ്രയാസങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ഇപ്പോൾ കടബാധ്യത തീർത്ത് കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ പണം അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജപ്തി നടപടിയിലേക്ക് പോകില്ല എന്ന് ബാങ്കും അറിയിച്ചിട്ടുണ്ട്. മോദി. ശരി ഷഹീദ്.